ഇറാനെതിരായ ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്ക പെട്ടെന്ന് തന്നെ പിന്മാറിയതിന് പിന്നിൽ ഗൾഫ് രാജ്യങ്ങളുടെ കടുത്ത നിലപാട് തന്നെയാണ് എന്നാണ് പുറത്തുവരുന്നത്. സംഘർഷം വീണ്ടും സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമായിരിക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആസൂത്രണം ചെയ്തിരുന്ന പുതിയ ആക്രമണത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നത്. ഇത് ട്രംപിന്റെ മാത്രം തീരുമാനമല്ലെന്നും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യകക്ഷികളുടെ ശക്തമായ നയതന്ത്ര ഇടപെടലുകളും സമ്മർദ്ദവും ഇതിന് പിന്നിലുണ്ട് എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഖത്തറും സൗദി അറേബ്യയും നയതന്ത്രത്തിന് അവസരം നൽകണമെന്ന് വാഷിംഗ്ടണിനോട് അഭ്യർത്ഥിച്ചത് നിർണായകമായി. അതേസമയം UAE കൂടുതൽ കടുത്ത സൈനിക സമീപനത്തെ അനുകൂലിച്ചതായുള്ള റിപ്പോർട്ടുകളും ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ ഇറാൻ നയത്തിലെ ഭിന്നതയും വ്യക്തമാവുകയാണ്. ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ ഏറ്റവും നിർണായകമായ വിഷയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നത് ഹോർമസ് കടലിടുക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഈ കടലിടുക്കിലൂടെ ആഗോള എണ്ണ വിതരണത്തിൻ്റെ ഏകദേശം 1/5 കടന്നു പോകുന്നുണ്ട്. ഭരണമാറ്റം എന്ന് പ്രഖ്യാപിച്ചാണ് ആദ്യം US ആക്രമണം നടത്തിയത്. പിന്നീട് ഹോർമസ് ഉപരോധിച്ചു. ഇറാൻ തിരിച്ചടിച്ചതോടെ കടലിടുക്ക് തുറക്കുന്നതിൻ്റെ പേരിലായി പിന്നീടുള്ള തർക്കം. ഇറാനും ഒമാനും ഇടയിലുള്ള ഈ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് പശ്ചിമേഷ്യയെ മാത്രമല്ല ആഗോള ഊർജ്ജ വിപണിയെയും ബാധിക്കും. എണ്ണവില കുതിക്കുകയും ആഗോള വിതരണ ശൃംഖലയിൽ സമ്മർദ്ദമുണ്ടാവുകയും ചെയ്തേക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഹോർമസ് വീണ്ടും തുറക്കുന്നതിനുള്ള ധാരണയിലേക്ക് എത്തുവാനുള്ള ഖത്തറിൻ്റെ നീക്കം വലിയ പ്രാധാന്യം നേടുന്നത്. അമേരിക്കക്കും ഇറാനും ഇടയിൽ സംഭാഷണത്തിന് പാലമാകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഖത്തർ. ഹോർമസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കുവാനുള്ള പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുമെന്ന നിർദ്ദേശം ഖത്തർ ഇറാൻ അധികൃതർക്ക് മുന്നിൽ വച്ചതായാണ് റിപ്പോർട്ട്. ഇറാൻ നയതന്ത്രജ്ഞർ നിർദ്ദേശത്തോട് അനുകൂലമായ പ്രതികരണം നൽകിയതായും സൂചനയുണ്ട്. എന്നാൽ അന്തിമമായി ഇറാൻ നേതൃത്വം ഇത് അംഗീകരിക്കുമോ എന്നത് വ്യക്തമല്ല. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കണമെന്ന ഇറാന്റെ ആവശ്യം ഉൾപ്പെടെ ചില നിർണായക തർക്ക വിഷയങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുള്ള ഉപരോധത്തിന്റെ ഇളവ് നൽകണമെന്ന ആവശ്യവും ചർച്ചകളുടെ ഭാഗമാണ്. അതിനാൽ ഖത്തറിന്റെ നീക്കം വെറും ഹോർമസ് തുറക്കുവാനുള്ള ശ്രമമല്ല, ഇറാന്റെ സുരക്ഷാ ആശങ്കകൾ, എണ്ണ കയറ്റുമതി, അമേരിക്കൻ ഉപരോധം, അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം എന്നിവയെ ഒരൊറ്റ ചർച്ചാ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ്. ട്രംപിന്റെ ആക്രമണ പദ്ധതി ഉപേക്ഷിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അദ്ദേഹവുമായി സംസാരിക്കുകയും നയതന്ത്രത്തിന് മുൻഗണന നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായും റിപ്പോർട്ടുണ്ട്. അമേരിക്കയുടെ ഇറാൻ നയത്തെക്കുറിച്ചും നിർദ്ദിഷ്ട സൈനിക നീക്കത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തത സൗദി നേതൃത്വം നേടിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പിന്നാലെ സൗദി സർക്കാർ നയതന്ത്ര ഇടപെടലാണ് മുന്നോട്ടുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു. ഇറാനുമായുള്ള നേരിട്ടുള്ള സംഘർഷം ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക താൽപ്പര്യങ്ങളെയും ഗുരുതരമായി ബാധിക്കുമെന്നും സൗദി തിരിച്ചറിഞ്ഞു. ഒരു അമേരിക്കൻ ഇറാൻ യുദ്ധം ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളെയും കപ്പൽ ഗതാഗതത്തെയും ലക്ഷ്യമാക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇറാനെതിരായ പുതിയ അമേരിക്കൻ ആക്രമണം ഒഴിവാക്കുക എന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ താൽപ്പര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതേസമയം ഇറാനെ നേരിടുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ ഒരേ നിലപാടല്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. സൗദി അറേബ്യ സംഘർഷം കുറക്കാനും സംഭാഷണത്തിലൂടെ പരിഹാരം കണ്ടെത്താനും ശ്രമിക്കുമ്പോൾ UAE കൂടുതൽ കടുത്ത സമീപനത്തെയാണ് പിന്തുണച്ചത് എന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ശക്തമായ അമേരിക്കൻ സൈനിക സമ്മർദ്ദമില്ലാതെ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നാണ് UAE നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്നും റിപ്പോർട്ടുണ്ട്. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ സൈനിക നടപടികൾ പോലും പരിഗണിക്കണമെന്ന നിലപാട് UAE സ്വീകരിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുവാനുള്ള അമേരിക്കൻ തീരുമാനത്തിൽ ഇസ്രായേലിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ ശബ്ദത്തിന് വൈറ്റ് ഹൗസിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ സാഹചര്യം. യുദ്ധം വ്യാപിച്ചാൽ ഏറ്റവും നേരിട്ട് ബാധിക്കപ്പെടുന്നത് ഗൾഫ് രാജ്യങ്ങളെയായിരിക്കും. രണ്ടാമത് എണ്ണ വിപണിയിലും ആഗോള വ്യാപാരത്തിലും ഉണ്ടാകുന്ന ആഘാതവുമായിരിക്കും. ഇത് അമേരിക്കക്കും യൂറോപ്പിനും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതിനാൽ ഇറാനെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിനപ്പുറം സംഘർഷം നിയന്ത്രണാതീതമാക്കുക എന്ന ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യം ട്രംപിന് അംഗീകരിക്കേണ്ടി വരികയാണ്. ട്രംപിന്റെ പിന്മാറ്റത്തിന് പിന്നിൽ പശ്ചിമേഷ്യൻ നയതന്ത്രം മാത്രമല്ല, അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയവും ഏറെ നിർണായകമാണ്. ഇറാനുമായുള്ള ദീർഘകാല യുദ്ധം അമേരിക്കൻ ജനതയിൽ ജനപ്രീതി ഇല്ലാത്തതാണ് എന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്ന സാഹചര്യം. സംഘർഷം നീണ്ടുപോകുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ട്രംപിനും രാഷ്ട്രീയ തിരിച്ചടിയുമാകും. വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകളും ട്രംപിന്റെ കണക്കുകൂട്ടലിൽ പ്രധാനമാണ്. ഇറാനുമായുള്ള പുതിയ യുദ്ധം അമേരിക്കൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനും സർക്കാർ ചെലവ് ഉയരുന്നതിനും എണ്ണവില വർദ്ധിക്കുന്നതിനും കാരണമാകുകയാണെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ
ഉത്തരവാദിത്വം ട്രംപിൻ്റെ ഭരണത്തിന്മേൽ വരും. ഇറാനും ഈ ആഭ്യന്തര രാഷ്ട്രീയ ദൗർലഭ്യം തിരിച്ചറിയുന്നുണ്ട്. നയതന്ത്രം പരാജയപ്പെട്ടാൽ അമേരിക്കൻ സമ്മർദ്ദത്തെ നേരിടാൻ ഇറാന്റെ സൈനിക വിഭാഗങ്ങൾ മുൻകൂർ നടപടികൾ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ സംഘർഷത്തിന്റെ അപകട സാധ്യത ഇപ്പോഴും ഉയർന്ന നിലയിലാണ് എന്ന് വ്യക്തമാക്കുന്നു. ഖത്തറിന്റെ മധ്യസ്ഥ നീക്കം വിജയിക്കുകയും ഹോർമസ് കടലിടുക്ക് തുറക്കുന്നതിനുള്ള ധാരണ ഉണ്ടാവുകയും ചെയ്താൽ സംഘർഷം കുറക്കാനുള്ള വലിയ അവസരമാകും ഇത്. ഇറാന്റെ എണ്ണ കയറ്റുമതിക്കുള്ള ഉപരോധത്തിൽ ഇളവിനുള്ള സാധ്യത കൂടി ചർച്ചകളിൽ ഉൾപ്പെട്ടാൽ ടെഹ്റാനും ചർച്ചകൾ തുടരാൻ കൂടുതൽ താല്പര്യങ്ങൾ കാണിച്ചേക്കും. ട്രംപിന്റെ ഇറാൻ നയത്തിലെ ഈ മാറ്റം പശ്ചിമേഷ്യയിലെ അധികാര സമവാക്യത്തിലും മാറ്റത്തിന്റെ സൂചനയാണ്. ഇസ്രായേലിന്റെ സുരക്ഷാ താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചുള്ള അമേരിക്കൻ സമീപനം ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷാ ആശങ്കകളുമായി കൂടുതൽ സന്തുലിതമാക്കേണ്ട സാഹചര്യമാണിപ്പോൾ. ഖത്തർ മധ്യസ്ഥതയുമായി മുന്നോട്ടു പോകുന്നു. സൗദി സംഘർഷം ഒഴിവാക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു. ഇതേറെക്കുറെ വിജയിക്കുകയും ചെയ്തു. Waytonikah.com, the exclusive Muslim matrimonial site.